എല്ലാവർക്കും ഡ്രീം ഹൗസ് ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി പലഹാരമാണ്. അപ്പോൾ അത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. ഞാൻ ഇവിടെ സോയാബീൻ വെച്ചിട്ടാണ് കേട്ടോ പലഹാരം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 1 മണിക്കൂർ വെള്ളത്തിലിട്ട സോയാബീനാണിത്. അത് 2-3 പ്രാവശ്യം കഴുകിയിട്ട് ഒരു വെള്ളമൊക്കെ പിഴിഞ്ഞെടുത്തതാണിത്. ഇനി നമുക്കൊരു ഇത്തിരി പോലും വെള്ളമില്ലാതെ ഇത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലോണം പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നല്ലോണം മിക്സിൻ്റെ ജാറിലിട്ട് തന്നെ പൊടിച്ചെടുത്തുക്കണം കേട്ടോ. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സോയാബീൻ എത്ര പിഴിഞ്ഞാലും അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ടാവും. ഇനി ഒന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു ഇടത്തരം വലുപ്പമുള്ള സവാള എടുത്തിട്ട് നല്ലോണം ഒന്ന് ചെറുതാക്കി മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതും അതുപോലെ തന്നെ ചെറിയൊരു ഇഞ്ചി കഷ്ണം ചെറുതായിട്ട് മുറിച്ചെടുത്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിച്ചപ്പും കറിവേപ്പിൻ്റെ ഇലയാണ്. അത് കുറച്ച് കൂടുതൽ നമുക്ക് ചെറുതാക്കി മുറിച്ചെടുത്തതും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പൊടി വർഗ്ഗങ്ങളാണ്. മസാലപ്പൊടി കുറച്ച് വേണം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ എരിവും പിന്നെ പുളിയൊക്കെ പെട്ടെന്ന് സോയാബീൻ ഏറുന്നതുകൊണ്ട് നമുക്കെല്ലാം പാകത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളകും പൊടി. അപ്പോൾ ഈ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ എടുത്തിരുന്നത്. നിങ്ങൾ സാധാരണ മുളക് പൊടി എടുക്കണമെങ്കിൽ ഒരു 1/2 സ്പൂൺ എടുത്താൽ മതി കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതൊരു നുള്ളു ഗരം മസാല, പാകത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം കൈ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഇത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈ വെച്ചിട്ട് ഈ മുളകും പൊടിയൊക്കെ മിക്സ് ചെയ്യണവർക്ക് ഒരു കൈയിനൊക്കെ ചുട്ടത്തിലുണ്ടെങ്കിൽ 1 സ്പൂൺ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്താലും മതി. എന്ത് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ സോയാബീനിലേക്ക് മസാലയൊക്കെ ചേരുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഈ സോയാബീൻ അല്ലെങ്കിൽ തന്നെ അറിയാം കറി വെച്ചാലും ഫ്രൈ ചെയ്താലൊക്കെ നമ്മൾ സോയാബീൻ മാത്രം എടുത്ത് കഴിക്കുമ്പോൾ എന്തോ ഒരു എരിമുളില്ലാത്ത മാരിക്കാരല്ലേ. അപ്പോൾ അത് വരാതെ വെക്കാനും വേണ്ടിയിട്ടാണ് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1.5 സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 2.5 സ്പൂൺ മൈദ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, 1.5 സ്പൂൺ അരിപ്പൊടി 2.5 സ്പൂൺ മൈദയാണ്. ഒരിക്കലും മൈദയേക്കാൾ കൂടുതൽ അരിപ്പൊടി ആവരുത്. അപ്പോൾ നമുക്ക് പലഹാരത്തിന് എണ്ണ പെട്ടെന്ന് കുടിക്കും. അപ്പോൾ അത് തന്നെ വേണ്ടാതെ വെക്കാനും വേണ്ടിയിട്ട് നമുക്ക് അരിപ്പൊടി 1.5 സ്പൂണും മൈദ 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്രിസ്പൽസിന് മാത്രം വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോഴൊന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല, ഒരിത്തിരി പോലും വെള്ളം ചേർത്തിട്ടില്ല. എത്ര പിഴിഞ്ഞാലും സോയാബീനിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഈ മസാലയും പൊടിവറകളൊക്കെ നല്ലോണം അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ലോണം തിരുമ്പി അതിലേക്ക് എല്ലായിടത്തും ആകുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ എല്ലായിടത്തും ആകുന്ന രീതിയിൽ ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ എത്രയാണ് ഒരു വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ചെറിയ ഉരുളകളാക്കി എടുക്കുക. അപ്പോൾ ചെറിയ ഉരുളകളാക്കി എടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കിട്ടും പലഹാരം. അപ്പോൾ നമ്മൾ എന്നും ഉണ്ടാക്കുന്ന മരത്തിന് മുന്നാസിനെ ചെറിയൊരു ഉരുളാക്കി എടുത്തിക്കണേ. ഇനി അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിക്കണേ. അപ്പോൾ എണ്ണ നല്ലോണം ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണം, മരത്തിന് പലഹാരത്തിന് എണ്ണ എടുക്കുമ്പോൾ പാകത്തിന് എണ്ണ എടുക്കുക. അതുപോലെ തന്നെ പലഹാരത്തിന് എണ്ണ ചൂടായി നല്ലോണം ചൂടായതിന് ശേഷം പലഹാരത്തിൽ എന്താണോ പൊരിക്കുന്നത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒന്ന് കുറച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ പുറമൊക്കെ നല്ലോണം ക്രിസ്പി ആവുകയും ചെയ്യും, ഉള്ളു നല്ലോണം വേവുകയും ചെയ്യും. മറ്റേത് നമ്മൾ സാധാരണ പോലെ നല്ലോണം ചൂടായ എണ്ണയിലേക്ക് പലഹാരം ഇട്ട് കൊടുക്കുമ്പോൾ പുറകും ഭാഗം പെട്ടെന്ന് ക്രിസ്പി ആവും, പക്ഷേ ഉൾഭാഗം വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഇറക്കി കുറച്ച് കഴിയുമ്പോൾ എന്താ കേട്ടോ അത് ഏറ്റവും അങ്ങോട്ട് ക്രിസ്പിനെസ്സൊക്കെ ഒന്ന് പോകും കേട്ടോ. അപ്പോൾ അത് വരാതെ വെക്കാനും വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഗോൾഡ് നിറതിൻ്റെ ശേഷം നമുക്കിതൊന്ന് പൊരിച്ചു കോരട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇത് പെട്ടെന്ന് ഒട്ടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ചട്ടിയിൽ എത്രയാണ് കൊള്ളുന്നത് അതിനനുസരിച്ച് ഇട്ടുകൊണ്ട് നമുക്കിതൊന്ന് പൊരിച്ചു കോരാം. ഇപ്പോൾ നമ്മൾ ആദ്യം നിന്ന് പൊരിച്ചു കോരിയിരിക്കുന്നത് കണ്ടിലേക്ക് നല്ലോണം കാണാനൊക്കെ നല്ല ഭംഗി തന്നെയാണ്. കാണാൻ ഭംഗി മാത്രമല്ല കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലത്തെ ഒന്ന് പൊരിച്ചു കോരട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഒന്ന് പൊരിച്ച് കോരിയെടുത്തുക്കണേ. അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ, കാണാൻ എന്തൊരു ഭംഗിയല്ലേ. നല്ല കാണാൻ ഭംഗിയാകത്തില്ല, നല്ല ഉള്ളൊക്കെ നല്ലോണം വെന്തിട്ട് പുറമൊക്കെ നല്ലോണം ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ട് കഴിച്ചിട്ട് കാണിച്ചു തരാത്തത് എനിക്ക് നോമ്പായതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ഇല്ല തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് വെറുതെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഈ സോസിലൊക്കെ മുക്കി, കുട്ടികളാകുമ്പോൾ സോസ് എല്ലാത്തിനും വേണം, സോസിലൊക്കെ മുക്കി കഴിക്കുകയാണെങ്കിൽ അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. സോയാബീനൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബക്കാർക്കും ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. സപ്പോർട്ട് ചെയ്യാനും തീരെ മറക്കരുത്.